ശ്രുത്വാ ത്വാമഥ പൗരുഷേണ പുരുഷം സൂക്തേന സർവേശ്വരം ശ്രുത്വാ ദേവസമാഹിത സഭവതോ വാക്യം സമാധോ വിധി. കൃഷ്ണസ്തത്ര ജനിഷ്യതേ യദുകുലേ ശേഷയെന്ന പൂർണ്ണസ്വരാട് പൃഥ്വീഭാരവിനാശനായ ഭഗവാൻ ഏവം സുരാനൂചിവൻ. ഹേ ദേവ, പിന്നെ ഏകാഗ്രചിത്തനായിട്ട് പുരുഷ ശ്രേഷ്ഠനും സർവേശ്വരനുമായ നിന്ദ്രവടിയെ പുരുഷസൂക്തം കൊണ്ട് സ്തുതിച്ച് ആ ബ്രഹ്മാവ് സമാധിയിൽ അങ്ങയുടെ വാക്ക് കേട്ടു. എന്നിട്ട് പൂർണ്ണനും സ്വയം പ്രകാശിക്കുന്നവനുമായ ഭഗവാൻ കൃഷ്ണൻ ശേഷനോടുകൂടി ഭൂമിയുടെ ഭാരം നശിപ്പിക്കാനായി യദുകുലത്തിൽ ജനിക്കും എന്ന് ദേവന്മാരോട് പറഞ്ഞു. ബ്രഹ്മാവ് ഏകാഗ്രമനസ്സനായിട്ട് പുരുഷ സൂക്തം കൊണ്ട് പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ സ്തുതിച്ചപ്പോൾ സമാധിയിൽ ഗ്രഹിച്ച കാര്യങ്ങളാണ് ദേവന്മാരെ അറിയിച്ചത്. ഗോലോകനാഥനും പരിപൂർണതമനുമായ ശ്രീകൃഷ്ണന്റെ നിർദ്ദേശം അവിടുത്തെ സാത്വിക ആവിർഭാവമായ വിഷ്ണു ഭഗവാനിലൂടെ സമാധിയിൽ ബ്രഹ്മദേവന് ലഭിക്കുകയും പരിപൂർണതമനായ ആ ഗോലോകകൃഷ്ണൻ തന്നെ ഭൂമിയിൽ അവതരിക്കും എന്ന വിവരം ബ്രഹ്മദേവൻ ദേവന്മാരെ അറിയിക്കുകയും ചെയ്തു. ഗം പൗരുഷ്യം എന്ന് ഭാഗവതം. പരമപുരുഷന്റെ അഥവാ കൃഷ്ണന്റെ വാക്ക് എന്നർത്ഥം. സമാധിയിൽ ഭഗവൻ നിർദ്ദേശം അറിയുകയല്ലാതെ അചിന്ത്യ മഹിമാവായ ആ ഗോലോകനാഥനെ നേരിട്ട് കണ്ട് കാര്യം ഗ്രഹിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നുമില്ല. വിഷ്ണു അംശജരായ ദേവന്മാരിൽ നിന്നോ വിഷ്ണുവിന്റെ അവതാരങ്ങളിൽ നിന്ന് പൂർണ്ണനായ വിഷ്ണുവിൽ നിന്നോ തനിക്ക് മൃത്യു സംഭവിക്കരുത് എന്ന് കംസൻ വരം വാങ്ങിയതായി ഗർഗ ഭാഗവതം ഗോലോകഖണ്ഡത്തിൽ പറയുന്നു. അതുകൊണ്ടുകൂടിയാണ് അസുര നിഗ്രഹത്തിൽ മുഖ്യമായ കംസവധത്തിന് പരിപൂർണതമനായ ഗോലോകനാഥൻ തന്നെ അവതരിക്കേണ്ടി വന്നത്. പൂർണ്ണസ്വരാട് കൃഷ്ണ എന്ന് പ്രസ്താവിച്ചതിന്റെ തത്വം അതാണ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.